ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില ആവേശ പ്രസംഗകരുണ്ട് നമുക്ക് ചുറ്റും. ഒരു വേദി, ഒരു മൈക്ക് കയ്യിൽ കിട്ടി, മുമ്പിൽ ഒരുപാട് ആളുകൾ. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ടുപോകുന്ന ആളുകളുണ്ട്. എന്താണോ ആ വേദിയിൽ പറയാൻ നമ്മൾ പ്രിപ്പയർ ആയി വന്നത് അതൊക്കെ മറന്നുപോകും. എന്നിട്ട് ആവേശത്തോടെ എന്തൊക്കെയോ വായി തോന്നിയത് എടുത്തിട്ട് പ്രസംഗിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്നാ പിടിച്ചോ മാപ്പുമായിട്ട് അവർ വരികയും ചെയ്യും. നമ്മൾ പറഞ്ഞു പോയി, അത് അങ്ങനെ അല്ല, അത് ഇത് മറ്റ് പിന്നീട് നല്ലൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണെങ്കിൽ കുറേ അനുയായികൾ അതിനെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും രംഗത്ത് വരും. ഇനി അതല്ല, മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അവരെ കാണാനുണ്ടാകത്തില്ല. അത്തരം ആവേശ പ്രസംഗകനാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ. പക്ഷേ രാഷ്ട്രീയക്കാരിലുമുണ്ട് അത്തരം ആളുകൾ. സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയതായിട്ട് നമുക്കറിയാം. ഇപ്പോഴിതാ നമ്മുടെ CK രംഗത്ത് വന്നിരിക്കുന്നു. നമ്മുടെ സുരേഷ് ഗോപി ഒരു BJP-കാരനല്ല എന്ന് പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ആളുകളെ പിടിച്ച് ഭാരതാംബയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി പോയില്ലേ പലപ്പോഴും. പിന്നെ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നതിൻ്റെ എക്സ്പ്ലനേഷൻ സുരേഷ് ഗോപിക്ക് മാത്രമേ അറിയൂ, നമുക്കറിയില്ല. ഓരോ വ്യക്തിയും അവനവൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അത് എൻ്റെ അഭിപ്രായം പോലെ തന്നെ ആയിരിക്കണം മറ്റൊരാളുടെ അഭിപ്രായവും എന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അതേ അഭിപ്രായത്തിൽ തന്നെ ആയിരിക്കണം ഞാൻ സംസാരിക്കുന്നത് നിന്ന് എന്നോട് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ജനാധിപത്യമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ട്. എൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് യുക്തിഭദ്രമാണ് എന്ന് തോന്നുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ജസ്ന കണ്ണനെ വരയ്ക്കുന്നു. എനിക്കതിനകത്ത് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യേണ്ടുന്ന കാര്യമില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഒരു പെണ്ണിനെ ഇട്ട് കടിച്ചു വലിക്കുമ്പോൾ എന്തായിരുന്നാലും ആ കടിച്ചുവലിയിൽ ഞാൻ പെടത്തില്ല. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഒരു ആശ്വാസമെങ്കിലും, അവര് അപരാധിയാണോ നിരപരാധിയാണോ എന്നത് രണ്ടാമത്തെ തവണയാണ്. അവരെന്നിട്ട് ഈ സൈബർ ബുള്ളിങ് കുറച്ച് ഓവറായപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഈ ആത്മഹത്യ നമുക്കറിയാം സിമ്പതി പിടിച്ച് പറ്റുന്നതിന് വേണ്ടിയാണ്. കുറച്ച് സാമ്പത്തിക ഭ്രമമുണ്ട് എന്നതും നേരെ. എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പല സുഹൃത്തുക്കളും ജസ്നയുടെ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തു. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഡേറ്റാസ് ഉണ്ട്. അവരെന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ ശക്തമായി പ്രതികൂലിക്കുന്നത് എന്ന് അവർക്ക് മാത്രമേ അറിയൂ, നമുക്കറിയില്ല. ഞാൻ ആ വിഷയം ചോദിച്ചിട്ടുമില്ല. കാരണം നമ്മളൊക്കെ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഓരോ വിഷയത്തിലും. ഇപ്പോൾ ഇസ്ലാമിൽ നിന്നിട്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് കാപട്യമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു, അത് കാപട്യമാണ്. കാരണം ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് കണ്ണൻ അന്നമാണ്, കണ്ണൻ എൻ്റെ ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാധിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. അവരിനിയും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് മതപരമാണ്. അപ്പോൾ കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ 100% അത് തന്നെയാണ്. പിന്നെ പണത്തോട് കുറച്ച് അത്യാഗ്രഹം കൂടിപ്പോയി. ചില ആളുകൾ അങ്ങനെയാണ്. പ്രശസ്തി കൂടുമ്പോൾ, ഒരുപാട് ആളുകൾ എന്നെ അറിയുന്നു, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ എന്നെ അറിയുന്നു എന്ന് കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തരം അഹംഭാവം കടന്നുകൂടും. ഞാനിപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുകയും പെണ്ണിനെ കടിച്ചു വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനിഷ്ടമുണ്ടെങ്കിൽ അത് വരച്ചോട്ടെ, അത് മതത്തിനകത്ത് നിൽക്കണമെങ്കിൽ നിന്നോട്ടെ, പുറത്തു പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ, അതൊക്കെ അതിൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോഴും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട് എന്ന ഒരർത്ഥത്തിൽ പല ആളുകളും കാണുന്നുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, എനിക്കങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ കണ്ണനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ ചില സമയത്ത് തട്ടമിടുന്നു, ചില സമയത്ത് തട്ടമിടുന്നില്ല. അപ്പോൾ അവർ പറയുന്നു അതെൻ്റെ താല്പര്യമാണ്. സാരി ഉടുക്കുന്നതും ചുരിദാർ ഇടുന്നതും പോലെയല്ല, ഒരു മതചിഹ്നം തന്നെയാണല്ലോ തലയിൽ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തലയിലൊരു തട്ടമിട്ടിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ തലയിൽ തട്ടമിടണമെങ്കിൽ ഇടാറുണ്ട്.
കാരണം എന്നെ അറിയുന്ന ആളുകൾക്ക്, ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഉള്ളവർക്കറിയാം ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ പബ്ലിക്കായിട്ട് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ഒരു മുസ്ലിം ആയിരിക്കും മരിച്ചത്, വേണ്ട നമുക്ക് തലയിൽ തുണിയിട്ടേക്കാം, അവിടുത്തെ ആളുകൾ ആ രൂപത്തിൽ മതപരമായിട്ടാണ് വന്നിരിക്കുന്നത്, ശരി, വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട, അതെൻ്റെ മനോഭാവം അനുസരിച്ചിട്ടാണ് മാറുന്നത്. അപ്പോൾ ജസ്ന ഇത് ഹിന്ദുക്കളെ പറ്റിക്കുവാണോ മുസ്ലിങ്ങളെ പറ്റിക്കുവാണോ അതോ ഇത്തരം രാഷ്ട്രീയക്കാരെ ആണോ പറ്റിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഇപ്പം 400 ചിത്രത്തിന് ഓർഡർ എടുത്തിടും, എന്നിട്ട് ഒരു ചിത്രത്തിന് 5000 രൂപ വെച്ച് വാങ്ങുന്നു. 5000 രൂപ മിനിമം ചാർജ്, സ്റ്റാർട്ടിംഗ് ചാർജാണ്. മാക്സിമം എത്രയുമാകാം. അവരാണ് വരയ്ക്കുന്നത്, പ്രോഡക്റ്റ് അവരുടേതാണ്. അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നതും അവരുടെ മാത്രം തീരുമാനമാണ്. ഇപ്പോൾ ബൈജു എൻ്റെ സുഹൃത്താണ്, എൻ്റെ ആകെ ഒരേ ഒരു സുഹൃത്താണ് ബൈജു. ബൈജു ജസ്നയെ സംബന്ധിച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ബൈജുവിൻ്റെ പേരൊക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ബൈജു എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്നത് ചോദിക്കേണ്ടത് ബൈജുവിനോടാണ്. അവൻ പറയും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ത്രീകളെ ബൈജു വേട്ടയാടിയതായിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ പരിചയത്തിലായിട്ടൊരു 6 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഒരിക്കലും എന്നോട് ഒരു മോശമായിട്ടുള്ളൊരു സമീപനം കാണിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ വളരെ മോശമായ രൂപത്തിൽ പെരുമാറുന്ന ഒരാളാണ് എന്ന് എനിക്ക് അഭിപ്രായവുമില്ല. ഒരിക്കലും എനിക്കങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് പറയുക? ഇത് പറയാൻ കാരണം, ഇന്നലെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചിട്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ, ഒരു പാർട്ടിക്കാരി കൂടിയാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അതെന്താ ബൈജു ഏട്ടൻ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ബൈജു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ബൈജുവിനോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. കാരണം ഒരു മുസ്ലിം സ്ത്രീ കണ്ണനെ വരയ്ക്കുന്നു, അത് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അവർ വരയ്ക്കുവാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഉടായിപ്പ് അതിനകത്തുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല, എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല, എനിക്കത് കാണാൻ താല്പര്യവുമില്ല. ഒരിക്കലും ജസ്നയോട് സംസാരിക്കുകയോ ജസ്നയ്ക്ക് മെസ്സേജ് അയക്കുകയോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു പരിചയമോ ഒന്നും ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ, എനിക്കറിയില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ തുറന്ന് പറയുമ്പോൾ അതങ്ങനെ അല്ല എന്ന് പറയാനും എനിക്ക് പറ്റില്ല. കാരണം അവരാ വിഷയം പറയുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്, ഡേറ്റാസ് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ഹിന്ദുക്കളെ പറ്റിക്കാൻ എളുപ്പമായതുകൊണ്ട് തട്ടമിട്ട് പറ്റിക്കുവാണോ? കാരണം ജസ്നയ്ക്ക് ഒരു വ്യവസായി വീട് വെച്ച് കൊടുത്തു എന്നവർ പറയുന്നുണ്ട്. അടച്ചുറപ്പുള്ള വീടുണ്ടായിരുന്നില്ല എനിക്കിതാ ഇന്ന ആള് വീട് വെച്ച് തന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരു വീട് വെക്കണം. ഈ ഉമ്മയും വാപ്പയും വിശ്വാസികളല്ലേ. അപ്പം ഹറാമായ മാർഗത്തിലൂടെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ, അള്ളാഹു ചെയ്യരുത് എന്ന് കറ്റൻട്രി ആയിട്ട് ഖുർആനിൽ ഉടനീളം പറഞ്ഞ ഒരു മേഖല വെച്ച് തന്നെ ഒരു വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കുറച്ച് അത്യാഗ്രഹമില്ലേ? തോന്നിപ്പോയി, പണത്തോട് ഭ്രമം മൂത്തുപോയി. ചില ആളുകൾ അങ്ങനെയാണ്. ചിലർക്ക് പ്രശസ്തി, പണം, പോപ്പുലാരിറ്റി, അതൊക്കെ പിന്നെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക, അതൊക്കെ വല്ലാത്തൊരു ഹരമാണ് ചില ആളുകൾക്ക്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് വിളിച്ചു പറയണമെന്നറിയാതെ വിളിച്ചു പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി വരയ്ക്കുന്നു, അപ്പം അതൊരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടും അവൾ തട്ടമിട്ടതുകൊണ്ടുമല്ലേ മാർക്കറ്റ് കൂടുന്നത്. ശരിയാണ് ആ വസ്തുത, അത് ശരിയാണ്. ഇപ്പോൾ ഫിനോയിൽ രമേശൻ ആ വേഷമിട്ടിട്ട് ഇസ്ലാമിനെ പറയുന്നത് കൊണ്ടല്ലേ കുറച്ച് മാർക്കറ്റ് കൂടുന്നത് മുസ്ലിങ്ങൾക്കിടയിലെങ്കിലും. ശരിയാണ്, അത് വളരെ പരമാർത്ഥമാണ്. അപ്പോൾ ജസ്നയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ജസ്ന ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് എന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ആത്മഹത്യാ ടെൻഡൻസി കാണിച്ചു, അതല്ലെങ്കിൽ ഒരു ആത്മഹത്യ അവരൊരു ട്രൈ ചെയ്തു, ശരി, ആ അറ്റംപ്റ്റ് കൊണ്ട് സഹതാപം പിടിച്ചു പറ്റി ഇനിയെങ്കിലും ആരും എന്നെ വേട്ടയാടത്തില്ല, സൈബർ ഇടങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആളുണ്ടാകും എന്ന രൂപത്തിലൊന്നും സംസാരിക്കരുത്. കാരണം ഇവരങ്ങനെ സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ചോദിക്കുന്നു, ബൈജുവിനെതിരായോ? അല്ല, ഞങ്ങൾ 2 പേരും തികച്ചും സ്വതന്ത്രരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ്.
അപ്പം ഞങ്ങൾക്ക് ഏത് വിഷയത്തിൽ ഏത് സമീപനം സ്വീകരിക്കണം എന്നത് ആദർശപരമാണ്, മറ്റത് സൗഹൃദമാണ്. സൗഹൃദത്തിൻ്റെ തലത്തിലേക്ക് തന്നെ പോകും. അപ്പം എന്തുകൊണ്ടാണ് ബൈജു ജസ്ന സലീമിൻ്റെ കണ്ണൻ വരയ്ക്ക് ശക്തമായ രൂപത്തിൽ എതിരായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കേണ്ടത് എന്നോടല്ല, ബൈജുവിനോടാണ്. ഇപ്പോൾ നമ്മുടെ CK വളരെ കൃത്യമായ രൂപത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നോക്കിക്കോ. സുരേഷ് ഗോപി ഒരു BJP നേതാവാണെന്ന് പറയാൻ സാധിക്കില്ല, BJP പ്രവർത്തകനാണെന്ന് പറയാനും സാധിക്കില്ല. കാരണം സുരേഷ് ഗോപി വന്ന ഒരു പശ്ചാത്തലം സിനിമാ രംഗത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ എന്തായാലും ഞാനൊരു ഉദാഹരണം പറയും. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മാതാവ് എന്ന്. നമ്മൾ ഭാരത് മാതാക്കി ചെയ്യുന്ന വിളിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് ആ ഒരു ചരിത്ര ബോധം മാത്രമേ ഉള്ളൂ. അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് വന്ന ആളാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നു. എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നമ്മുടെ ഭാരതത്തിൻ്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അതെങ്ങനെയാണത് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുക? AP അബ്ദുള്ള കുട്ടിയെ പോലുള്ള നേതാക്കൾ വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ? പാർട്ടിയുടെ തന്നെ ഞാൻ പറഞ്ഞത്. അദ്ദേഹം വന്ന് അദ്ദേഹത്തിനെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ട്. അത് ഗുണമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ ഈ ആലങ്കാരികമായിട്ട് പറയാമെന്നല്ലാതെ അത് പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്കാരം ഒരു പാർട്ടിയിലേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസ് മുക്ത ഭാരതം ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ചരിത്ര പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണല്ലോ. അതിന് എനിക്ക് തോന്നുന്നത് അത്തരമൊരു സമീപനം പാടില്ല എന്ന്, ഒരു പാർട്ടിയിൽ നിന്ന് മുക്തമായ ഒരു ഭാരതം എന്നുള്ള സങ്കല്പം പാടില്ല എന്ന് സംഘത്തിൻ്റെ സർസംഘചാലകർ തന്നെ അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴ് ആളുകൾ BJPയിലേക്ക് വരുന്നത് BJPയുടെ അടിസ്ഥാനപരമായ ആദർശത്തിൻ്റെ പ്രേരണ കൊണ്ടല്ല. അത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അധികാര രാഷ്ട്രീയത്തോടുള്ള അവരുടെ ഒരു അഭിനിവേശം, അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ വരുന്നത്. അല്ലാണ്ട് ഒരു ആദർശത്തിൻ്റെ പേരിലല്ല. അങ്ങനെയുള്ള ആളുകൾ BJPയിലേക്ക് വരുന്നു. ശരിക്ക് അങ്ങനെ വരുന്ന ആളുകളെ BJPയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചരിത്രവും സംസ്കാരവും ഒക്കെ അതിൻ്റെ അംശങ്ങൾ അവരിൽ സന്നിവേശിപ്പിച്ചിട്ട് അവർക്ക് പദവി കൊടുത്തു കൊണ്ടുവരണം. അതല്ലാതെ വരുന്ന സമയത്ത് അതൊരു തെറ്റായ സന്ദേശം കൊടുക്കും. ഇതിനകത്ത് കാലാകാലമായിട്ട് ഈ കണ്ടോ, ഇത് CKയുടെ അഭിപ്രായമാണ്. CKക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആളുകൾക്ക് ഭയമില്ല. അവനവൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൻ്റെയും അവിടുത്തെ യാത്രക്കാരുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ചുമതല ഏറ്റെടുക്കപ്പെട്ട ഒരു CISF ഉദ്യോഗസ്ഥ, അവരുടെ ഭർത്താവും അവിടെ തന്നെ ഇതേ ജോലി ചെയ്യുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP നേരെ അക്രമം നടത്തിയ സമയത്ത് സേനയിൽ കയറിക്കൂടിയ ഒരു ഖലിസ്ഥാനി, അയാൾക്കു വേണ്ടി കൈയടിക്കുന്ന നമ്മുടെ ഗണ്ഡി ഫാൻസ്, ആലോചിക്കണം. അവര് ഈ രാഹുലിന്റെ അച്ചമ്മ എന്ന് പറയുന്ന ഇന്ദിര, അവരുടെ ഉത്തരവനുസരിച്ച് സുവർണ ക്ഷേത്രത്തിൽ കയറി ഭിന്ദ്രൻവാല എന്ന ഒരു തീവ്രവാദിയെ വധിച്ചതിന്റെ പേരിൽ അവരുടെ സുരക്ഷാ സേനയിലെ മറ്റ് 2 തീവ്രവാദികൾ അവരെ വെടിവെച്ച് അരിപ്പ പോലെയാക്കി കൊല്ലുന്നു. തൻ്റെ അമ്മയുടെ കൊലയ്ക്ക് പകരമായി അവരുടെ മകൻ രാജീവിന്റെ രഹസ്യ ഉത്തരവ് പ്രകാരം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കണ്ണിൽ കണ്ട സിഖുകാരെ മുഴുവനും കൊന്നു തള്ളുന്നു. അങ്ങനെ ഡൽഹിയിൽ മാത്രം ഏകദേശം 2800 സിഖുകാരും രാജ്യവ്യാപകമായി 3350 ആളുകളും കൊല്ലപ്പെടുന്നു. ഇതിനകത്ത് അധികവും നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. ഇന്ദിരയെ വധിച്ച് തീവ്രവാദികളിൽ ഒരാളായ ബിയാന്ത് സിംഗിന്റെ മകൻ പഞ്ചാബിൽ നിന്ന് പാർലമെന്റിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. നാളെ അയാള് രാഹുലിന്റെ അപ്പന്റെ ഉത്തരവ് പ്രകാരം സിഖുകാരെ കൊന്നതിനു പകരമായി രാഹുലിനെ ആക്രമിക്കാനോ കൊല്ലാനോ ശ്രമിച്ചാൽ കൈയടിക്കാൻ ആളുണ്ടാകും. കാരണം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തോടും ചായ്വുള്ള ആളല്ല ഞാൻ, പക്ഷേ എനിക്കതിന് കൈയടിക്കാൻ സാധിക്കില്ല. പഞ്ചാബിലെ കേജുവിന്റെ AAPയുടെ ഭരണം കൊണ്ടുള്ള ഏക നേട്ടം എന്നോ ഇല്ലാതായ ഖലിസ്ഥാൻ തീവ്രവാദം വീണ്ടും തലപൊക്കാൻ തുടങ്ങുക.
ജെയിംസ് പീറ്ററെ പോലെയുള്ള ആളുകൾ ഇത് ലോകത്തോട് വിളിച്ചു പറയുവാണ്. ഭാരതത്തിലെ അധികം ക്രൈസ്തവരും BJP-യിലേക്ക് അടുക്കാനുള്ള കാരണം എന്താ? ഭാരതത്തിന്റെ ഇന്നത്തെ വളർച്ചയ്ക്കു പിന്നിൽ ക്രൈസ്തവ സംഭാവനകൾ എമ്പാടും ഉണ്ടായിട്ടുണ്ട്, വളരെ വലുതാണ്. അവർ ക്രിസ്ത്യൻ ചർച്ചുകൾ കേന്ദ്രീകരിച്ച് അവിടെ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അവരാണ്. അപ്പോ കേരളത്തിലെ ക്രൈസ്തവ നേതാക്കളെ കേന്ദ്രത്തിലേക്ക് വിളിച്ചത് നമ്മൾ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും സ്വാഭാവികമായിട്ടും. എന്തേ മുസ്ലിം നേതാക്കളെ മാത്രം വിളിച്ച് സംസാരിച്ചാൽ മതിയോ? നമ്മുടെ രാജ്യത്ത് ഒരു പൊതു നിയമം ഉണ്ടാകുമ്പോൾ പോലും അയ്യോ അത് മുസ്ലിം നേതാക്കളോട് ആലോചിക്കണം, മുസ്ലിം നേതാക്കളുടെ കൂടി ചർച്ച വേണം എന്ന് മുതലാണ് നമ്മുടെ നാടിന് ഇത്തരം പാരമ്പര്യങ്ങൾ ഉണ്ടായത്. ക്രൈസ്തവ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരാരും മുറവിളി കൂട്ടിയിട്ടില്ല. ഹൈന്ദവ രാജ്യത്തിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളും മുറവിളി കൂട്ടിയിട്ടില്ല. ഹൈന്ദവ രാജ്യത്ത് ക്രൈസ്തവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അറിയുന്നതിനു വേണ്ടി, രാഷ്ട്രീയത്തിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് തീരുമാനിക്കുന്നതിനു വേണ്ടി ഭാരതം എല്ലാ മതവിശ്വാസങ്ങളെയും വിശ്വാസികളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. എപ്പോഴും നമ്മൾ യഹൂദൻ 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 ഉണ്ടാക്കിയ എല്ലാ നൂതനമായ സംവിധാനങ്ങളും നമുക്ക് ഒറ്റയടിക്ക് വിഴുങ്ങണോ അല്ലേ? മാതൃരാജ്യം ഇന്ന് അഭിമാനത്തോടുകൂടി അറിയപ്പെടുന്നത് മുസ്ലിങ്ങൾ ഇരുമ്പതിക്കറിട്ട് പൊട്ടിത്തെറിച്ചത് കൊണ്ടല്ല. എല്ലാ മുസ്ലിങ്ങളും പൊട്ടിത്തെറിച്ചു എന്ന് എനിക്ക് അഭിപ്രായവുമില്ല. ഓരോ ഭാരത പൗരന്റെയും മാതൃരാജ്യത്തിന്റെ എതിരാളികളെ കണ്ടെത്തേണ്ടത് യുക്തിപരമായും ശാസ്ത്രീയപരമായും ചിന്തിച്ചു മനസ്സിലാക്കി യുക്തിഭദ്രമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുതന്നെയാണ്. അങ്ങനെ അവർ മനസ്സിലാക്കുന്നു നമ്മുടെ നാടിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ശത്രുക്കളാണ്, എന്നാലേ നമ്മുടെ രാജ്യം ഇങ്ങനെ ബഹുസ്വരമായി നിലനിൽക്കൂ. അല്ലാതെ ആ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെയായി കൂടിച്ചേർന്ന് ഈ രാജ്യത്തെ തകർക്കാനുള്ള തീരുമാനമെടുക്കുന്ന ഇസ്ലാം മത തീവ്രവാദത്തോടൊപ്പമായിരുന്നു നമ്മുടെ രാജ്യം നിൽക്കേണ്ടത്. എല്ലാവരും ദൈവത്തെ ആസ്വദിക്കണമെന്നും അറിയണമെന്നും ആ ദൈവത്തെ അനുസരിച്ചിട്ട് തന്നെ ജീവിക്കണമെന്നും ആർക്കും പറയാൻ പറ്റില്ല. കേരളത്തില് കുറച്ചാളുകൾ ഏതാണ്ട് നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. അവർക്കതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ സുഡാപ്പികൾക്ക് മാത്രമല്ല, നല്ലൊരു വിഭാഗം പാകിസ്ഥാൻ പ്രേമികൾക്ക് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നത് എന്നതുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നമ്മുടെ സൗഹൃദ രാജ്യമായതുകൊണ്ട്, അയൽ രാജ്യമായതുകൊണ്ട് അവർക്കെതിരെ ആയുധമെടുക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ഇന്ത്യൻ ആർമിയിൽ ചേരരുത് എന്ന പ്രസ്താവന പോലും അറബി കോളേജുകളിലൂടെ മുസ്ലിങ്ങൾ പഠിപ്പിച്ചു വിടുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഇന്ന് ചിന്തിക്കാൻ നല്ലൊരു ജനവിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഇന്ന് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിലേക്ക് പോയത്? അവരുടെ ഭീകരത കാരണമാണ്, അവരുടെ തീവ്രവാദം കാരണമാണ്. ഇന്ത്യയെ അടിക്കാനാണെന്ന് പറയട്ടെ, മരണാസന്നമായ ദശയിലാണെങ്കിലും അവർ ചാടി എഴുന്നേൽക്കും. ഇങ്ങനെ ലോക രാജ്യങ്ങളെ മുഴുവനും മനുഷ്യകുലത്തെ മുഴുവനും അസ്വസ്ഥമാക്കുന്നത് ഒരു വിഭാഗം ആളുകൾ ഭാരതത്തിന്റെയും ഇസ്രായേലിന്റെയും ശത്രുക്കളാണ്. കാരണം ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഞങ്ങളുടെ പിന്തുണ പലസ്തീനാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. രാജ്യത്തിന്റെ താല്പര്യം പോലും കണക്കിലെടുക്കാതെ രാജ്യവിരുദ്ധമായ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളുണ്ട് ഇപ്പോഴും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തുറന്നു പറയുമ്പോഴും അത് ജനാധിപത്യത്തിനെതിരാകാൻ പാടില്ല. നമ്മുടെ മതേതര ഭരണഘടനയ്ക്ക് എതിരാകാൻ പാടില്ല അത്തരം ഒരു പ്രസ്താവന. അത്രേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യസ്നേഹം നിലനിൽക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ പറയാൻ പാടുള്ള രൂപത്തിലുള്ള പ്രസ്താവനകൾ നമുക്ക് പറയാം. ഇപ്പോ നമുക്കറിയാം, ഇസ്രായേലും ഇന്ത്യയും ഒരു യുദ്ധത്തിന് ഇറങ്ങിയാൽ ആരാ ക്രോസ് ആയിട്ട് വരുന്നത്? മോദിയും നെതന്യാഹുവും. ആ സമയത്ത് ഇവരാരോടൊപ്പം നിൽക്കും? ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാലോ? പാകിസ്ഥാനോടൊപ്പം നിൽക്കില്ലേ?
കാരണം എന്താ? പാകിസ്ഥാൻ മുസ്ലിങ്ങളാണ്. അങ്ങനെ എല്ലാത്തിലും ജാതിയും മതവും വർഗീയതയും കൊണ്ടുവരുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1.5 കോടി പോലും തികയാത്ത ഇസ്രായേൽ ജനത 23 ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് നടുവിൽ നിന്ന് പൊരുതി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ലോകം ഭരിക്കാൻ ഈ ഭാരതത്തിന് കഴിയുമെന്ന് തിരിച്ചറിയണം. 1.5 കോടി പോലും തികയാത്ത ഇസ്രയേലിനോട് അറബ് രാജ്യങ്ങൾ അമ്പേ പരാജയപ്പെട്ട ചരിത്രം അറിയില്ലേ? ഇതൊക്കെ നമ്മുടെ നാടിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് ആവേശം നല്ലതാണ്. ഈ രാജ്യത്തിന്റെ സുസ്ഥിരത എങ്ങനെയായിരുന്നു എന്നുകൂടി ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നന്ദി.